അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ആത്മീയ ചികിത്സയിലെ വ്യാജന്മാർ. പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പല ചൂഷണത്തിൻ്റെ പേരിലും പിടിക്കപ്പെട്ടതായിട്ട്. എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തട്ടിപ്പുകാർ ഉണ്ട് എന്നത് വാസ്തവമാണ്. 90% അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു 10% അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്താണ് ഇസ്ലാമികരുമായിട്ട് ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ? ഖുർആൻ കൊണ്ട്, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നകൾ കൊണ്ട്, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ നാമങ്ങളെ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സ ചെയ്യുന്ന എത്രയോ സയ്യിദന്മാരും എത്രയോ ഉസ്താദുമാരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു വ്യാജൻ ആകുന്നത് എപ്പോഴാണ്? സാമ്പത്തിക ലക്ഷ്യം മാത്രം കണക്ക് കൂട്ടി ചികിത്സിക്കുക. അവർക്ക് സാമ്പത്തിക ഭൗതിക ലാഭം മാത്രം മതി. ഒരാളുടെ വിഷമം, ഒരാളുടെ പ്രയാസം, പ്രത്യേകിച്ച് സിഹ്ർ സംബന്ധമായി, പൈശാചിക സംബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. എല്ലാം തകർന്ന് തരിപ്പണമായി സാമ്പത്തിക, മാനസിക, ശാരീരിക നഷ്ടങ്ങൾക്ക് ശേഷം ഒരു ആത്മീയ ചികിത്സകനെ സമീപിക്കുമ്പോൾ ഇന്ന പ്രശ്നമാണെന്ന് കളവ് പറയുകയും അതിൻ്റെ പേരിൽ ഒരുപാട് 10,000 ലക്ഷങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതുകൊണ്ട് ഗുണമില്ല. അങ്ങനെ ഗുണമില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കുമോ? അതുമില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരുദോഷം ഉണ്ടാവുക സ്വാഭാവികമാണ്. പല ലക്ഷ്യങ്ങളെ, ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളെ കൊണ്ട് ചികിത്സിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആത്മീയ ചികിത്സകരല്ല. അവർക്ക് ഭൗതിക താല്പര്യമേ ഉള്ളൂ. ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന ആൾക്കാരിലേക്ക് ഖുർആനിക വചനങ്ങൾ കൊണ്ടും അസ്മാഉൽ ഹുസ്ന കൊണ്ടും ചികിത്സിക്കുക എന്നുള്ളതാണ്. അവിടെ പ്രത്യേക ലക്ഷ്യങ്ങളില്ല. അവർക്ക് ശിഫ ലഭിക്കണമെന്ന ഉദ്ദേശത്തോട് മാത്രം ചികിത്സിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാരണം മാത്രമാണ്. നമ്മളൊരു ചികിത്സക എന്നത് അള്ളാഹ് ഒരു കാരണം മാത്രം, സബബാക്കി മാത്രം അവർക്കൊരു ശിഫ ലഭിക്കണം എന്ന നിയത്തോടു കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അള്ളാഹു ശിഫ നൽകും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ചികിത്സ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത്തരം ആൾക്കാരെ വേട്ടയാടുക എന്നത് ഇന്നത്തെ ആധുനിക ലോകത്ത് അതിന് വിശ്വാസമില്ലാത്ത, പ്രത്യേകിച്ച് ഇസ്ലാമിലെ യുക്തിവാദികളായ കുറച്ച് മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു ബാധ്യതയാണ്. ഒരിക്കലും പിശാച്ചിനെതിരെയുള്ള സിഹ്ർ, പൈശാചികത, അതിനെതിരെയുള്ള പ്രവർത്തനം പിശാച്ചിൻ്റെ ആൾക്കാർ ചിലപ്പോൾ അത് സഹിക്കണമെന്നില്ല. അപ്പോൾ പലപ്പോഴും സാമ്പത്തികമായിട്ട്, അതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചികിത്സിക്കുന്നവർ തീർച്ചയായും പിടിക്കപ്പെടണം. അവർ ഈ മേഖലയിൽ തുടരാൻ അർഹരല്ല. സത്യസന്ധമായ ഒരാൾക്കും പരാതിയില്ല. ഒരു ചികിത്സയെക്കുറിച്ച് ഒരാൾക്കും പരാതിയില്ലെങ്കിൽ, അയാളെ ചികിത്സയിൽ റാഹത്തുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ആരും വേട്ടയാടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പരാതിയുണ്ട്, സ്ത്രീകൾക്ക് പരാതിയുണ്ട്, ചികിത്സകർക്ക് പരാതിയുണ്ട്. പൈസ വാങ്ങിയിട്ട് പറ്റിച്ചു, അതല്ലെങ്കിൽ അന്നിന്നാലെ പറഞ്ഞ് പറ്റിച്ചു, പണം വാങ്ങി, അല്ലെങ്കിൽ ശാരീരികമായി പറ്റിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് ഒരു കാരണമുണ്ട്. അല്ലാതിടത്തോളം കാലം ഒരിക്കലും ആത്മീയ ഖുർആനിക ചികിത്സ ഒരു വ്യാജ ചികിത്സയാവില്ല. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണല്ലോ. ഖുർആൻ സ്വയം ഓതുകയും ഖുർആനിൽ വിശ്വാസം അർപ്പിച്ച് ഖുർആനിക ചികിത്സകരെ സമീപിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആൻ പാരായണം ചെയ്യാൻ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഖുർആൻ പാരായണം ചെയ്യാൻ അവർ നിർദ്ദേശിക്കുമ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ അവർക്ക് റാഹത്ത് കിട്ടുന്നു. അത്രയുള്ളതിൽ. അതില്ലെങ്കിൽ എല്ലാം അടിച്ചാക്ഷേപിക്കേണ്ട ഒന്നല്ല ആത്മീയ ചികിത്സ. ആത്മീയ ചികിത്സയിലെ നെല്ലും പതിരും തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. നല്ല ആത്മീയമായിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചികിത്സ ചെയ്യാൻ ഇത്തരത്തിലുള്ള മേഖലയുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അസ്സലാമു അലൈക്കും.